ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ ചൂട് പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിന് ചൂടേ ആകാവുള്ളൂ. പാലിന് പകരം വെള്ളം വേണമെങ്കിലും എടുക്കാം, ചൂടുവെള്ളത്തിലും ചെയ്യാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും പാലും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ട് മൈദയാണ്, ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 250 ml അളവാണ് മൈദ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിലായാലും ചേർക്കാം, വെളിച്ചെണ്ണ എടുക്കരുത്. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈസ്റ്റും പാലും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. 250 ml അളവിന് 2 കപ്പ് മൈദയും 500 ml പാലുമാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവത്തിനെക്കാട്ടി കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം നമ്മുടെ പിസ്സയുടെ മാവ്. അപ്പം ആദ്യമൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലെവലാക്കിയിട്ട്, എപ്പോഴും നമ്മൾ കുഴയ്ക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം, മാവ് പൊങ്ങി വരുമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എല്ലായിടും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലായിടും അത് ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് എയർ ടൈറ്റായിട്ടുള്ളതൊന്ന് അടച്ച് വയ്ക്കണം. എയർ ടൈറ്റായിട്ട് തന്നെ മൂടി വയ്ക്കണം. ഇപ്പം നമുക്ക് ഇതിപ്പോൾ തണുപ്പ് സ്ഥലമൊക്കെ ആണെങ്കിൽ കുറേ സമയം 2-2.5 മണിക്കൂറൊക്കെ എടുക്കും പൊങ്ങി വരാൻ. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് പൊങ്ങി വരും. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ടവലോ തുണി എന്തെങ്കിലും വെച്ച് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് പിസ്സയുടെ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 മീഡിയം സവാള വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. 10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചെടുത്താലും മതി. മിക്സിയിലാവുമ്പോൾ അത് അങ്ങ് അരഞ്ഞു പോവും. ഇപ്പം നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും എടുക്കാം. ഇത് പിസ്സ സോസൊക്കെ റെഡിമെയ്ഡ് മേടിക്കാനും കിട്ടും. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും ഹെൽത്തും. നമ്മൾ അറിയത്തില്ല എന്തൊക്കെ ഓയിലൊക്കെ അവരെടുക്കുന്നതെന്നതിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയിൽ ഇപ്പോൾ തന്നെ വെള്ളമാണല്ലോ.
അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് വഴന്ന് വരണം. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം വെള്ളം വറ്റി വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിൽ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഇപ്പം നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ. 2 മീഡിയം തക്കാളി മിക്സിയിൽ പേസ്റ്റ് പോലെ ആക്കി എടുത്തിയാണ് നമ്മൾ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി പേസ്റ്റും ഉള്ളിയെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ സർവ്വസുഗന്ധി എന്നും പറഞ്ഞൊരു ചെടിയുണ്ട്. അത് നമ്മുടെ മസാലയുടെ ഒരു മണമാണ് അതിന്. അപ്പോൾ അതിൻ്റെ ഒരു ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ്. നല്ലൊരു ഫ്ലേവറാണ് അതിന്. നമ്മുടെ കടലക്കറി ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോഴും നമുക്ക് അതിലേക്ക് ഈ ഇല ചേർക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഇല ഞാൻ 2ആയിട്ട് കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണ് ഈ ഇലയ്ക്ക്. നമുക്ക് കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാനും ഒക്കെ എടുക്കാം. സർവ്വസുഗന്ധി എന്നും പറഞ്ഞുള്ളൊരു മരമാണ്, അതിൻ്റെ ഇലയാണ്. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് ആ ഇലയൊക്കെ അതിൽ കിടന്ന ആ ഒരു മണമൊക്കെ അതിൽ നമ്മുടെ സോസിലോട്ട് വരും. ഇനി കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയായാലും കുഴപ്പമില്ല. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നമ്മുടെ പിസ്സ സോസിന് കുറച്ചുകൂടെ കളറ് കിട്ടും. ഇനി 1/2 കപ്പ് ചെറു ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പിസ്സ സോസ് ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച മുളക് പൊടിയാണ്, ഉണക്കമുളക് ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കുറച്ച് കൂടുതൽ എരിവ് വേണ്ടുന്നവർ കുറച്ചുകൂടെ അധികം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മീഡിയം എരിവിലാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഓറിഗാനോ, അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അതാണ് മെയിൻ ഫ്ലേവർ ഇതിൻ്റെ പിസ്സയുടെ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളകും ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അങ്ങനെ ഇതുകൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇപ്പം നമ്മുടെ സോസ് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. ബീഫ് ക്ലീൻ ചെയ്ത് ഉപ്പും കുരുമുളകും എല്ലാം ചേർത്ത് വെന്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട്. നേരത്തെ ചിക്കൻ്റെ ഒരു പിസ്സ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ്, 2 മണിക്കൂറായില്ല. അതിന് മുമ്പേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി, കൈ വെച്ചിട്ടല്ല. അത് ഒരുപാടങ്ങ് കുഴയ്ക്കണ്ട. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനെല്ലാം കൂടെ ഒന്ന് കുറച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ സ്റ്റീലിൻ്റെ ഒരു വലിയ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഓവനിലും ചെറുതൊരെണ്ണം വയ്ക്കുന്നുണ്ട്. അടുപ്പിൽ വയ്ക്കാൻ സ്റ്റീലിൻ്റെ പരന്ന ഒരു പ്ലേറ്റാണ് എടുത്തത്. അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാവിൻ്റെ ഒരു 1/4 ഭാഗം ഇതിൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗം ചെറിയൊരു പിസ്സ ഒരു ഓവനിലും വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൈ വെച്ചത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിലും ആകരുത്, തീരെ കട്ടിയും കുറയരുത്. മീഡിയം കട്ടിയിൽ പരത്തിയെടുക്കണം പിസ്സയുടെ. അപ്പോൾ സൈഡിലൊക്കെ ഒരുപാട് കനം കുറയരുത്, സൈഡൊക്കെ ഇച്ചിരി കട്ടിക്കിരിക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മുടെ ഓവന് വയ്ക്കാനുള്ളത് നമുക്ക് ചെയ്തെടുക്കാം.
വണ്ടിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പകലാണ് ചെയ്യുന്നതുകൊണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ എല്ലായിടും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പിസ്സയുടെ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഇല എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ സോസ് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സോസിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് അടുപ്പ് വയ്ക്കുന്ന ഗ്യാസിൽ വയ്ക്കുന്ന ഓവനിൽ പിസ്സയിൽ ചേർത്ത് കൊടുക്കാം. ഓവനിൽ വയ്ക്കുന്ന ചെറുതാണ് ഞാൻ, അതുകൊണ്ട് കുറച്ച് സോസ് മതിയല്ലോ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ എപ്പോഴും ഒന്നും കഴിക്കുന്ന വല്ലപ്പോഴും ഒക്കെ അല്ല ഇത് നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കായാലും ഒക്കെ. കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കമാണ്. ഇപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ ഗ്രീനേ ഉള്ളായിരുന്നു. ക്യാരറ്റ് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചതച്ച മുളക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോയാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ, അതുകൊണ്ട് അതില്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മെയിനായിട്ട് അതിൻ്റെ ഫ്ലേവർ ഇതാണ് പിസ്സയുടെ. പിന്നെ നമ്മൾ പിസ്സ ചീസാണ്, അതും മെയിനായിട്ട് അത് തന്നെ മൊസറല്ല ചീസാണ് പിസ്സയ്ക്ക് വേണ്ടത്. അത് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ മേടിച്ചത്. ചീസൊന്നും അത്ര നല്ലതല്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വല്ലപ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഇത് ചേർക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ മൊസറല്ല ചീസ് ഇപ്പോൾ എല്ലായിടും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ 200 ഗ്രാമിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ അടുപ്പിൽ വയ്ക്കാനുള്ള കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതൊരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ പിസ്സയുടെ മാവ് ഇറക്കി വെക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് വരെ വെച്ച് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓവന് വെക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 20 മിനിറ്റ് 160 ഡിഗ്രിയിൽ ചെറിയ ഓവനാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്യാസ് വെച്ച് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ്. അപ്പം പിസ്സ റെഡിയായി. നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പം പിസ്സ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. ഓവനൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഉണ്ടാക്കേണ്ട, നമുക്ക് ഗ്യാസിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഓവന് വെച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിസ്സ റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് രാത്രിയിലായാലൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഭക്ഷണമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, കണ്ടോ? വളരെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ